എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്ന ട്രേസർ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ബോണ്ട് കണ്ടെയ്ൻസ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രച്ചേഴ്സ് ആസ് ദ മെയിൻ ഫീച്ചർ? താഴെ തന്നിരിക്കുന്ന ഏതാണ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രച്ചേഴ്സിൽ വരുന്നത്? ഫ്ലെമിഷ് ബോണ്ട്, സ്ട്രക്ചർ ബോണ്ട്, ഇംഗ്ലീഷ് ബോണ്ട്, ഹെഡർ ബോണ്ട്. ഏതിലാണ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രച്ചേഴ്സ് വരുന്നത്? ഇംഗ്ലീഷ് ബോണ്ടിലാണ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രച്ചേഴ്സ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻ? താഴെ തന്നിരിക്കുന്നവയിൽ സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻ അല്ലാത്തത് ഏത്? ചാനൽ സെക്ഷൻ, ആംഗിൾ സെക്ഷൻ, ടി സെക്ഷൻ, ടോർ സ്റ്റീൽ. ഇതിലേതാണ് സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻ അല്ലാത്തത്? ടോർ സ്റ്റീലാണ് സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻ അല്ലാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ റോക്സ് ഫോംഡ് ഡ്യൂ ടു കൺസോൾട്ടേഷൻ ഓഫ് വെതേർഡ് പാർട്ടിക്കിൾസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് റോക്സ്. കൺസോൾട്ടേഷൻ ഓഫ് വെതേർഡ് പാർട്ടിക്കിൾസ് ആയിട്ട്, അതായത് ലെയർ ആയിട്ട് ഫോം ചെയ്യുന്ന റോക്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സെഡിമെൻ്ററി റോക്സ്, ഇഗ്നിയസ് റോക്ക്, മെറ്റമോർഫിക് റോക്ക്, സ്ട്രാറ്റിഫൈഡ് റോക്ക്. വെതേർഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ലെയർ ആയിട്ട് കാണുന്ന റോക്സ് എന്ന് പറയുന്നത് സെഡിമെൻ്ററി റോക്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ബ്രിക്ക് മാസണറി ദ ഫ്രോഗ് ഓഫ് ദ ബ്രിക്ക് ഈസ് ജനറലി കെപ്റ്റ് ഓൺ. ഫ്രോഗ് ഈസ് ആക്ട് ആസ് എ കീ ഫോർ ഹോൾഡിംഗ് ദ മോട്ടറായിട്ട് അത് ആക്ട് ചെയ്യും. അപ്പോൾ അത് എവിടെയാണ് ഫ്രോഗ് ഉണ്ടാവുന്നത്? ബ്രിക്കിൻ്റെ ടോപ്പ് ഫേസ്, ബോട്ടം ഫേസ്, എക്സ്പോസ്ഡ് ഫേസ്, ഇൻറ്റീരിയർ ഫേസ്. ടോപ്പ് ഫേസിലാണ് ഫ്രോഗ് ഉണ്ടാകാറ്. അപ്പോൾ ഫ്രോഗ് ഈസ് ആക്ട് ആസ് എ കീ ഫോർ ഹോൾഡിംഗ് ദി മോട്ടർ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കീ ആയിട്ട് അത് ആക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഷുഡ് നോട്ട് അബ്സോർബ് വാട്ടർ മോർ ദാൻ. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എത്ര ശതമാനം വാട്ടറിനേക്കാൾ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പാടില്ല? 20%, 22%, 25%, 15%. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഷുഡ് നോട്ട് അബ്സോർബ് വാട്ടർ നോട്ട് മോർ ദാൻ 20%. 20% കൂടുതൽ വാട്ടർ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് അബ്സോർബ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റെം വിച്ച് കണ്ടെയ്ൻസ് എൻറ്റയർലി സെല്ലുലാർ ടിഷ്യൂസ് ഈസ് കോൾഡ്. ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റെം, ഏറ്റവും ഉള്ളിലുള്ള പാർട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. വിച്ച് എൻറ്റയർലി കൺസിസ്റ്റ് ഓഫ് സെല്ലുലാർ ടിഷ്യൂസ്. സെല്ലുലാർ ടിഷ്യൂസ് ഉള്ള ഇന്നർ പാർട്ട് ഏതാണ്? ഹേർട്ട്, ബാർക്ക്, കാമ്പിയം, സാപ്വുഡ്. അപ്പോൾ ഏറ്റവും ഉള്ളിലുള്ളത് പിത്താണ്. അതിൻ്റെ തൊട്ട് പുറത്തുള്ളതാണ് ഹേർട്ട് വുഡ്. പിന്നെ സാപ്പ്, അങ്ങനെയാണ് അത് വരുന്നത്. ഏറ്റവും പുറത്താണ് ബാർക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റെം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നത് ഹേർട്ടാണ്. പിത്ത് ഉണ്ടെങ്കിൽ അതായിരുന്നു ആൻസർ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിന് PHSCB എന്ന് പഠിക്കാം. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിത്ത്, എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേർട്ട് വുഡ്, എസ് എന്ന് പറഞ്ഞാൽ സാപ്പ് വുഡ്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമ്പിയം ലെയർ, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർക്ക്. PHSCB അതാണ് ഇന്നർ തൊട്ട് ഔട്ടറിലേക്കുള്ള ഓർഡർ എന്ന് പറയുന്നത്. ഇന്നർമോസ്റ്റ് പാർട്ട് ഇതിൽ തന്നിരിക്കുന്നത് ഹേർട്ട് വുഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പൾവറൈസിങ് ക്ലിങ്കേഴ്സ് ആൻഡ് മിക്സിംഗ് ഡാഷ് റിസൾട്ട്സ് ഇൻ ദ മെറ്റീരിയൽ കോൾഡ് സിമെൻറ്റ്. അപ്പോൾ സിമെൻറ്റ് എങ്ങനെ ഉണ്ടാവുന്നതാണ്? ക്ലിങ്കേഴ്സിൻ്റെ പൾവറൈസേഷനും അതുപോലെ ഇത് മിക്സിങ് വിത്ത് എന്തുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് സിമെൻറ്റ് ഉണ്ടാവുന്നത്? ജിപ്സം, ലൈംസ്റ്റോൺ, ക്ലേ ആൻഡ് സിലിക്ക. പൾവറൈസിങ് ക്ലിങ്കേഴ്സ് ആൻഡ് മിക്സിങ് വിത്ത് ജിപ്സം ആണ്, അങ്ങനെയാണ് സിമെൻറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, ജിപ്സുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് സിമെൻറ്റ് പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ എക്സ്പോസ്ഡ് വെർട്ടിക്കൽ സർഫസസ് പെർപെൻഡിക്കുലർ ടു ദ വിൻഡോ ഓർ ഡോർ ഫ്രെയിം ആർ കോൾഡ്. എക്സ്പോസ്ഡ് വെർട്ടിക്കൽ സർഫസസ്, പുറത്തേക്ക് എക്സ്പോസ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ സർഫസ് വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു വിൻഡോ ഓർ ഡോർ ഫ്രെയിം. ഓക്കെ, അതിന് പറയുന്ന പേരെന്താണ്? സില്ല്, ജാമ്പ്, റിവീൽസ്, കോർണിസ്. എക്സ്പോസ്ഡ് വെർട്ടിക്കൽ സർഫസ് ആണ് വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ഡോർ ഫ്രെയിം ആൻഡ് വിൻഡോ ഫ്രെയിം ഇസ് കോൾഡ് റിവീൽസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ്സ് ഇൻ ദ മാസണറി കൺസ്ട്രക്ഷൻ. മാസണറി കൺസ്ട്രക്ഷനിൽ ജോയിൻറ്റ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറയുന്ന പേരെന്താണ്? പ്ലാസ്റ്ററിങ്, പോയിൻറ്റിങ്, പെയിൻറ്റിങ്, നൺ ഓഫ് ദി അബവ്. ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ്സ് ഇൻ ദ മാസണറി കൺസ്ട്രക്ഷൻ ഇസ് കോൾഡ് പോയിൻറ്റിങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പോയിൻറ്റിംഗ് എന്നാണ് അപ്പോൾ അതിനെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ അണ്ടർ സർഫസ് ഓഫ് എ സ്റ്റെയർ ഇസ് കോൾഡ്. സ്റ്റെയറിൻ്റെ അണ്ടർ സർഫസിനെ പറയുന്ന പേരെന്താ? ഹെഡ് റൂം, സ്കോട്ടിയ, സോഫിറ്റ്, നൺ ഓഫ് ദി അബവ്. ദ അണ്ടർ സർഫസ് ഓഫ് എ സ്റ്റെയർ ഇസ് കോൾഡ് സോഫിറ്റ്. സോഫിറ്റ് എന്നാണ് അണ്ടർ സർഫസിനെ പറയുന്നത്, സോഫിറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഓപ്പറേഷൻ ഓഫ് പ്രൊവൈഡിങ് ന്യൂ പെർമനൻറ്റ് ഫൗണ്ടേഷൻ ഇസ് കോൾഡ്.
പ്രൊവൈഡിങ് എ ന്യൂ പെർമനൻറ്റ് ഫൗണ്ടേഷൻ, അതിന് പറയുന്ന പേരെന്താ? ഷോറിങ്, സ്കഫോൾഡിങ്, അണ്ടർ പിന്നിങ്, നൺ ഓഫ് ദി അബവ്. അതിന് പറയുന്ന പേരാണ് അണ്ടർ പിന്നിങ്. പ്രൊവൈഡിങ് എ ന്യൂ പെർമനൻറ്റ് ഫൗണ്ടേഷൻ ഈസ് കോൾഡ് അണ്ടർ പിന്നിങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാസ്റ്റിക്സ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ്. പ്ലാസ്റ്റിക്സ് എങ്ങനെയാണ് രണ്ടായിട്ട് തരംതിരിച്ചിട്ട് അതെങ്ങനെയാണ്? മോണോമേഴ്സ് ആൻഡ് പോളിമേഴ്സ്, തെർമോസെറ്റിംഗ് ആൻഡ് തെർമോ പ്ലാസ്റ്റിക്, സോഫ്റ്റ് ആൻഡ് ഹാർഡ്, ഇലാസ്റ്റിക് ആൻഡ് റിജിഡ്. പ്ലാസ്റ്റിക്സ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആൻഡ് തെർമോ പ്ലാസ്റ്റിക്. തെർമോസെറ്റിംഗിനും തെർമോ പ്ലാസ്റ്റിക്കിനാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സ്കവേറ്റിംഗ് എക്യുപ്മെൻറ്റ്. താഴെ തന്നിരിക്കുന്ന എക്സ്കവേറ്റിംഗ് എക്യുപ്മെൻ്റ് അല്ലാത്തത് ഏതാ? പവർ ഷവൽ, സ്ക്രാപ്പർ, ഡ്രാഗ് ലൈൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സ്കവേറ്റിംഗ് എക്യുപ്മെൻറ്റ്. എക്സ്കവേറ്റിംഗ് എക്യുപ്മെൻ്റ് അല്ലാത്തത് സ്ക്രാപ്പറാണ്. എക്സ്കവേറ്റിംഗ് എക്യുപ്മെൻ്റ് അല്ലാത്തത് സ്ക്രാപ്പർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ PERT അനാലിസിസ് ദ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ടാസ്ക് ഈസ് നോൺ ആസ്. PERT അനാലിസിസിൽ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ടാസ്കിനെ പറയുന്ന പേരെന്താണ്? ആക്ടിവിറ്റി, ഇവൻറ്റ്, ടാസ്ക്, വർക്ക്. ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ടാസ്ക് ഈസ് കോൾഡ് ആക്ടിവിറ്റി. ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ടാസ്കിനെ പറയുന്ന പേരെന്താണ്? ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ സർവേ ഇൻ വിച്ച് ദ കർവേച്ചർ ഓഫ് എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്ന സർവേനെ പറയുന്ന പേരെന്താണ്? പ്ലെയിൻ സർവേ, ജിയോഡറ്റിക് സർവേ, ജിയോളജിക്കൽ സർവേ, ഏരിയൽ സർവേ. എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്ന സർവേനെ പറയുന്ന പേരാണ് ജിയോഡറ്റിക് സർവേ. എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നത് പ്ലെയിൻ സർവേ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ജിയോഡറ്റിക് സർവേ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലോങ്സ്റ്റ് ചെയിൻ ലൈൻ പാസിങ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ഏരിയ ഈസ് നോൺ ആസ്. ഒരു ഏരിയയുടെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ലോങ്സ്റ്റ് ചെയിനെ പറയുന്ന പേരെന്താണ്? ബേസ് ലൈൻ, ടൈ ലൈൻ, ചെക്ക് ലൈൻ, ഓൾ ദി അബവ്. ബേസ് ലൈൻ എന്നാണ് അതിനെ പറയുന്നത്. ദ ലോങ്സ്റ്റ് ചെയിൻ ലൈൻ പാസിങ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ഏരിയ ഈസ് നോൺ ആസ് ബേസ് ലൈൻ. ബേസ് ലൈൻ എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ സ്റ്റേഷൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ്. ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റാണ്? ഇൻഫ്രാറെഡ് വേവ് ഇൻസ്ട്രുമെൻറ്റ്, ലൈറ്റ് വേവ് ഇൻസ്ട്രുമെൻറ്റ്, മൈക്രോവേവ് ഇൻസ്ട്രുമെൻറ്റ്, നൺ ഓഫ് ദി അബവ്. ടോട്ടൽ സ്റ്റേഷൻ ഈസ് എ ഇൻഫ്രാറെഡ് വേവ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് വേവ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ടേൺ ഇൻ ദ ടെലിസ്കോപ്പ് ഇൻ ആൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ടെലിസ്കോപ്പ് ടേൺ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? ട്രാൻസിറ്റിംഗ്, സെൻറ്ററിങ്, സ്വിങ്ങിങ്, നൺ ഓഫ് ദി അബവ്. ടേണിംഗ് ദ ടെലിസ്കോപ്പ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് കോൾഡ് സ്വിങ്ങിങ് എന്നാണ് പറയുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മുടെ ടെലിസ്കോപ്പിനെ ടേൺ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? സ്വിങ്ങിങ് എന്നാണ് പറയുന്നത്. സ്വിങ്ങിങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ലെവൽ ട്യൂബ് ഓർ ബബിൾ ട്യൂബ് ഈസ് ഫിൽഡ് വിത്ത്. ദ ലെവൽ ട്യൂബ് അല്ലെങ്കിൽ ബബിൾ ട്യൂബ് എന്താണ് ഫില്ല് ചെയ്തിരിക്കുന്നത്? അതിൽ എയർ, വാട്ടർ, ആൽക്കഹോൾ, നൺ ഓഫ് ദി അബവ്. ബബിൾ ട്യൂബിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് ആൽക്കഹോളാണ്. ആൽക്കഹോളാണ് ബബിൾ ട്യൂബിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു എൻലാർജിങ് ആൻഡ് റെഡ്യൂസിങ് പ്ലാന്റ്സ്. പ്ലാൻ എൻലാർജ് ചെയ്യാനോ റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് പേരെന്താ? ക്ലിനോമീറ്റർ, പാൻറ്റഗ്രാഫ്, സീലോൺ, ട്രേസർ, നൺ ഓഫ് ദി അബവ്. ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു എൻലാർജ് ആൻഡ് റെഡ്യൂസിങ് പ്ലാൻ ഈസ് കോൾഡ് പാൻറ്റഗ്രാഫ്. പാൻറ്റഗ്രാഫ് എന്നാണ് പറയുന്നത്. എൻലാർജ് ചെയ്യാനോ റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്ന് പറയുന്നത് പാൻറ്റഗ്രാഫ് എന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ബിൽഡിംഗ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ബിൽഡിംഗ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? എസ്റ്റിമേഷൻ, വാല്യുവേഷൻ, കോസ്റ്റിംഗ് ആൻഡ് നൺ ഓഫ് ദി അബവ്. ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈൻ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ബിൽഡിംഗ് ഈസ് കോൾഡ് വാല്യുവേഷൻ എന്നാണ് പറയുന്നത്. പ്രോസസ് ഓഫ് ഡിറ്റർമൈൻ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ബിൽഡിംഗ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് വാല്യുവേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.